ഹായ്, ഇന്നെൻ്റെ പിറന്നാളാണ്. പിറന്നാളായിട്ട് ഞാൻ രാവിലെ അമ്പലത്തിലൊക്കെ പോയി. ഇത് കാണിക്കാനാണ്. എന്താണെന്നറിയാമോ? വടമാല, ഹനുമാൻ സ്വാമിയുടെ വടമാല. എനിക്ക് കിട്ടിയപ്പോഴേ 2 അങ്ങ് പറിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് ഈ 2 3 കഴിച്ചു. അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പാലക്കാട് വരുമ്പോൾ ഇതിന് 50 രൂപയായിരുന്നു. ഇപ്പം എത്രയാണെന്ന് എനിക്കങ്ങോട്ട് 150 200 ഏശോ ഒരു ഓർമ്മയില്ല. പക്ഷെ പണ്ടത്തെ വളരെക്കാട്ടിലും കുറച്ചും കൂടെ വലുതുമാണ്, കുറച്ചും കൂടെ ടേസ്റ്റ് വ്യത്യാസം. ഉപ്പ് ഭയങ്കര കുറവാണ്, എനിക്കതങ്ങ് ഇഷ്ടമായി. ഇപ്പം തങ്ങളായിട്ട് ഇതൊക്കെയാണ് വിശേഷങ്ങൾ. വൈകിട്ട് ചായയുടെ കൂടെ വട. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ വന്നിട്ട് ഈ വടമാല വാങ്ങി കഴിച്ചിട്ടുണ്ടോ? വടമാല കഴിച്ചിട്ടുണ്ടോ? 12 മണിക്ക് മുമ്പ് ഇരുന്നില്ലെങ്കിൽ അവിടെ വരുന്ന ഭക്തർക്ക് അവരെ പൊട്ടിച്ചു കൊടുക്കും. 12 മണിക്ക് ഉന്നയിച്ചതാണ്. അപ്പോൾ ബായ്. ഹായ്, പിറന്നാളായിട്ട് അമ്പലത്തിൽ പോവാം. ബേബിയുമുണ്ട്. അമ്പലത്തിൽ പോയിട്ട് വരട്ടെ. ഹനുമാൻ സ്വാമിയുടെ അവിടെ വടമാലയുണ്ട്. പോയിട്ട് വരാം. ഹായ്, ചന്ദനത്തിന്റെ കുറിയുടെ എണ്ണം കൂടി. ഞങ്ങളുടെ മാങ്കാവിലെ മാരിയമ്മയുടെ അടുത്ത് വന്നിട്ട് ഇനി അടുത്ത അമ്പലത്തിലേക്ക് പോവാം. ബേബി സീക്രട്ട് സീരിയസ് ഡ്രൈവിങ്ങിലാണ്. നമ്മുടെ ചെറുക്കാട് ശിവനെ കാണാൻ പോകുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ. ഈ ടൗണിൻ്റെ നിരക്ക് ഇതുപോലെ ഫോറസ്റ്റിൻ്റെ അറ്റ്മോസ്ഫിയറിലൊരു അമ്പലം. ഇങ്ങനെയാണ് ചെറുക്കാട് നമ്മുടെ വലിയ മുതൽ അമ്പലം. മൊത്തം കുലുങ്ങി പറിച്ച് നേരെ കാണുന്നത് മഹാവിഷ്ണു. എപ്പോഴും വരുമ്പോൾ എടുക്കുന്നൊരു കാര്യമാണ് അല്ലേ? അയ്യോ, മയില് പേടിച്ചു. ഇരുട്ട് കിടന്ന് ഈ ഭാഗം കണ്ടിട്ട് എനിക്ക് മതിയാവുന്നില്ല. അതാണേ, പിന്നെയും ഞാൻ അത് തന്നെ എടുത്തുകൊണ്ടിരിക്കുക. ലൈറ്റ് ഇട്ട് കളഞ്ഞതിന്റെ. അല്ല, ലൈറ്റ് ഇട്ടോ. ഓപ്പോസിറ്റ് വരുന്ന വണ്ടിക്ക് അറിയില്ലല്ലോ നമ്മൾ അങ്ങോട്ട് ജില്ലയാണ്. എത്ര നാളായി. എൻ്റെ സ്ഥിരം വീഡിയോയിലെല്ലാം ഉള്ള സ്ഥലം. ഈ ആലിന് ഇങ്ങനെ കെട്ടില്ലായിരുന്നു. എന്റെ ഒരു ഫോട്ടോ ഉണ്ട്, എന്റെ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ ഉണ്ട്. നമ്മൾ കാട്ടിൽ നിന്നും പോവുകയാണ്. കാടാണെന്ന് വെറുതെ കണ്ടാ തോന്നുമെങ്കിലും പക്ഷെ ഇല്ലത്തിന്റെ പറമ്പ് മൊത്തം അല്ലേ? അമ്പലം തന്നെ കണ്ടുപിടിച്ചെടുക്കും. അമ്പലം നാഗദൈവങ്ങളൊക്കെ കാട്ടിലിരിക്കും. നമ്മൾ പോവുകയാണ് ഗൈസ്. എന്റെ പിറന്നാൾ കേക്കാണ് ഗൈസ്. ഹായ് ശ്രീകുട്ടി. എന്നെ ഇപ്പൊ എല്ലാരും താരേന്ന് അറിയുന്നത്. ശ്രീകുട്ടി എന്ന് ഞെട്ടിപ്പോയി. ഹാപ്പി ബർത്ത്ഡേ ഡിയർ ശ്രീകുട്ടി, ഹാപ്പി ബർത്ത്ഡേ ടു യു. ആ സ്ക്രീൻ അല്ല വെച്ചത്.
എത്രാമത്തെ പറഞ്ഞു?